ഹലോ മക്കളെ, ഷമീം സാറാണ്. +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള സംശയം ഇതാ ഈ വീഡിയോ കാണുന്നതിലൂടെ തീരാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൂൺ 2-ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും എന്നുള്ള കാര്യം അല്ലേ. ട്രയൽ അലോട്ട്മെന്റ് വന്നു, ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ട്. പലരും വിചാരിച്ച സ്കൂളിലൊന്നല്ല ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ളത്, പലർക്കും കിട്ടിയിട്ടുമില്ല അല്ലേ. അങ്ങനെ 3 വിഭാഗം ആളുകളുണ്ട്. പക്ഷേ മക്കളെ, നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട, അലോട്ട്മെന്റുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ട്രയൽ അലോട്ട്മെന്റ് ഒന്നിൻ്റെയും അവസാന വാക്കല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റിൽ എല്ലാവരും നല്ല പ്രതീക്ഷയിലിരിക്കുക. ആ ഫസ്റ്റ് അലോട്ട്മെന്റ് 2-ാം തീയതി വരുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് 10-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത്തരത്തിലുള്ള വാർത്തകൾ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. 10-ാം തീയതി ആണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ള രീതിയിൽ. ആക്ച്വലി ആ വീഡിയോ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ അത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് മെറിറ്റ് കോട്ടയിലാണ് വരുന്നത്. അതിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ജൂൺ 10-ാം തീയതി വരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം 2-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. ആദ്യത്തെ അലോട്ട്മെന്റ് വരുന്നത് 2-ാം തീയതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ അലോട്ട്മെന്റ് അറിയുന്ന ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ കിട്ടും. ആ അലോട്ട്മെന്റ് ലെറ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ട ദിവസം എന്നാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും അത് 3-ാം തീയതി ആവാം, അല്ലെങ്കിൽ 4-ാം തീയതി ആവാം, അല്ലെങ്കിൽ 5-ാം തീയതി ഒക്കെ ആവാം. നിങ്ങൾക്ക് ഓരോ സ്ലോട്ട് തരും. സ്കൂളിൽ ഹാജരാകേണ്ട ഡേറ്റ് 2-ാം തീയതി എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം അന്നാണല്ലോ നമ്മൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നത്. 3-ാം തീയതിയോ 4-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ ആയിട്ട് നിങ്ങളോട് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലാണ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം, സ്ഥിര അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള 1-ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കാത്തിരുന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ നിങ്ങൾ എന്തായാലും സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. 2-ഓ 3-ഓ 4-ഓ 5-ഓ അതിന് താഴോട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതിയാവും. ഈ 10-ാം തീയതി എന്നുള്ള അഡ്മിഷൻ ഡേറ്റ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മക്കളെ. യെസ്, ഇതാ പ്രവേശന ഷെഡ്യൂൾ, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗത്താണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ ഇങ്ങനെ പറയുന്നത് അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 10/6/2025 എന്ന്. ഇത് ഫസ്റ്റ് അലോട്ട്മെന്റുമായി യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് പ്രത്യേകം ഓരോ സ്കൂളുകളിൽ നിന്നും ഫോം കിട്ടും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള മക്കൾക്ക് അവർ ആ സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ ഉറപ്പാണെങ്കിൽ സ്കൂൾ അധികൃതരെ അറിയിക്കും. അഡ്മിഷൻ എടുക്കേണ്ട തീയതി 10/6/2025. ഓക്കെ, രണ്ടും മാറിപ്പോരുത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് 2-ാം തീയതിയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. അത് 3-ാം തീയതിയോ 4-ാം തീയതിയോ 5-ാം തീയതിയോ ആവാം. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, പിന്നെ മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് 17/6/2025. നമ്മുടെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി 18/6/2025. അതായത് 18-ാം തീയതി ആയിരിക്കും ഏത് കോട്ടയിലൂടെ അഡ്മിഷൻ എടുക്കുന്ന മക്കളാണെങ്കിലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആയില്ല മക്കളെ? അപ്പോൾ സംശയങ്ങളൊക്കെ മാറിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇനി നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ബാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ബാച്ചുകളുടെ ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും PYQ സൊല്യൂഷൻസും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ്. ഒരുപാട് മക്കളാണ് ഇത്തവണ +1 ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നപ്പോഴും +2ൻ്റെ റിസൾട്ട് വന്നപ്പോഴൊക്കെ ഒരുപാട് കുട്ടികൾക്കാണ് ഫുൾ മാർക്കും ഫുൾ A+കളും ലഭിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഷമീം സാർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ ബൈ.